بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ولو أن أهل القرى آمنوا واتقوا لفتحنا عليهم بركات من السماء والأرض ولكن كذبوا فأخذناهم بما كانوا يكسبون. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, എല്ലാ ആഴ്ചയിലും നമ്മൾ തുടർന്നു പോരുന്ന ഒരു വാരാന്ത്യ ക്ലാസ്, അതൊരു വലിയ ഇസ്ലാമിക പ്രഭാഷണം എന്നുള്ള പേരിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, അതിന് പരമാവധി ആളിലേക്ക് അതിനെ എഴുതി അറിയിക്കാറുള്ളത്. നമുക്കെപ്പോഴും കുറച്ച് ആളുകൾ മാത്രം ഇവിടെ വന്നിരിക്കുമ്പോൾ അല്പം ചില സംസാരങ്ങളായി നമ്മൾ അതിനെ തുടർത്തി കൊണ്ടുപോരുകയാണ്. അള്ളാഹു നമ്മുടെ ഉദ്ദേശങ്ങൾക്ക് നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. എത്ര ചെറിയ അമലാണെങ്കിലും ഉദ്ദേശം വലുതാകുമ്പോൾ അതിനുണ്ടാകുന്ന മഹത്വവും അതിനുണ്ടാകുന്ന പ്രതിഫലവും നാളെ പരലോകത്ത് മാത്രമായിരിക്കും ഞാനും നിങ്ങളും അത് അനുഭവിച്ചറിയുക. എന്നാൽ എത്രയെത്ര വലിയ കർമ്മങ്ങളാണ്, എത്ര സുന്ദരമായ ശ്രേഷ്ഠമായ സമ്പത്തും അതുപോലെ തന്നെ ആരോഗ്യവും ഒക്കെ ചെലവഴിച്ചുകൊണ്ടുള്ള, ആയുസ്സുമൊക്കെ ചെലവഴിച്ചുകൊണ്ടുള്ള വലിയ വലിയ കർമ്മങ്ങൾ ചിലപ്പോ നിയ്യത്ത് ശരിയാവാത്തതിന്റെ പേരിൽ ഒരു തരി പ്രതിഫലം പോലും നൽകപ്പെടാതെ റബ്ബിന്റെ മുമ്പിൽ ഖേദിച്ചു നിൽക്കേണ്ട ഘട്ടവും പല ആളുകൾക്കും നാളെ പരലോകത്ത് അനുഭവിക്കേണ്ടതാണ്. അള്ളാഹു അക്കൂട്ടത്തിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം പവിത്രത എന്ന ഒരു സംസാരത്തെ സംബന്ധിച്ചാണ്. എന്താ പവിത്രത? പവിത്രത എന്നുള്ള വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, മലയാളത്തിൽ അല്ലെ. അറബിയിൽ ഹുർമത്ത് എന്നുള്ള നിലക്ക് അതിനെ ഉപയോഗിക്കുന്നു. ഹറാം അല്ലെ, ഹറാം എന്ന് പറഞ്ഞാൽ ശരിക്കും നിഷിദ്ധമായത്. മസ്ജിദുൽ ഹറാം നമ്മൾ അർത്ഥം പറയാറുണ്ട്, പരിപാവനമായ പവിത്രമായ അല്ലെ റബ്ബിന്റെ ഭവനം. എന്തുകൊണ്ടാണ് മസ്ജിദുൽ ഹറാമിന് ഹറാം എന്ന് പേര് വന്നതും? അൽ ഹറം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെയും മക്കയിലെയും ചില ഇടങ്ങളെ പ്രത്യേകമായി പവിത്രത കൽപ്പിച്ച ചില ഇടങ്ങളെ നബിയുടെ ഹദീസുകളിലും ഒക്കെ കാണാം. ഹറാം എന്ന വാക്കിന്റെ അർത്ഥം അല്ലെ നിഷിദ്ധമായത് എന്നൊക്കെയാണ്. നമുക്കറിയാം, ഒരു സ്ഥലത്തെ റബ്ബ് പരിപാവനമാക്കി പവിത്രമാക്കി അവിടെ ചിലത് ചെയ്യാൻ പാടില്ല എന്നുള്ള നിലക്ക് ചില കാര്യങ്ങൾ അവിടെ അനുഷ്ഠിക്കാൻ പാടില്ല. അവിടുത്തെ മരം മുറിക്കാൻ പാടില്ല, വേട്ടയാടാൻ പാടില്ല, യുദ്ധങ്ങൾ പാടില്ല, അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലെയും മദീനയിലെയും ചില ഇടങ്ങളെ നബി തങ്ങളും അതിനെ വിശദീകരിച്ചത് പവിത്രമായ ഇടങ്ങളാണ്. അതിന് നമ്മൾ ഹറമുകൾ എന്ന് നമ്മൾ പറയാറുള്ളത്. ഹറം അല്ലെ.
എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ ഹറം എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണോ? അല്ല. ചില മാസങ്ങളെ അള്ളാഹു പവിത്രമാക്കി തന്നു. പവിത്രമാക്കപ്പെട്ട മാസങ്ങൾ, ആകാശങ്ങളെയും ഭൂമിയെയും റബ്ബ് പടച്ച അന്നു മുതൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയായി നിയോഗിക്കപ്പെട്ട അന്നു മുതലല്ല, യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, റബ്ബ് പറയുന്നു ആകാശങ്ങളെയും ഭൂമിയെയും പടച്ച അന്നു മുതൽ അള്ളാഹുവിന്റെ അരികിൽ ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹ് 12 ശഹ്റ, അള്ളാന്റെ അരികിൽ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം റബ്ബ് രേഖപ്പെടുത്തി, റബ്ബ് നിശ്ചയിച്ചു ഒരു വർഷം എന്ന് പറയുന്നത് 12 മാസങ്ങളാണ്. മാസങ്ങളുടെ കണക്ക് രേഖപ്പെടുത്തി. ഹുറും, റബ്ബ് പറയുന്നു അതിൽ 4 പവിത്രമാക്കപ്പെട്ട മാസമാണ്. നേരത്തെ നാടുകൾ പോലെ മക്കയുടെ പരിപാവനമായ ആ നാടിന്റെ വിശുദ്ധി പോലെ റസൂലുള്ളാഹി ഹജ്ജത്തുൽ വദാഇൽ പ്രസംഗിച്ചതും അതാണ് അല്ലെ, കഹുർമതി യൗമിക്കും ഹാദാ വഫി ബലദിക്കും ഹാദാ. റസൂലുള്ളാഹി പറയാൻ ഈ ദിവസത്തിന്റെ പവിത്രത പോലെ, ഈ നാടിന്റെ പവിത്രത പോലെ, അഥവാ അറഫ ദിവസത്തിൽ റസൂലുള്ളാഹി ഹജ്ജത്തുൽ വദാഇൽ ദുൽഹജ്ജ് മാസത്തിന്റെ പവിത്രതയെ സൂചിപ്പിക്കാൻ, ആ ദിവസത്തിന്റെ വിശുദ്ധിയെ അറിയിക്കാൻ, ലോകത്തെ മുസ്ലിം സമൂഹത്തെ പഠിപ്പിക്കാൻ ആ നാടിനെ പോലെ, അഥവാ നാടിനെ റബ്ബ് വിശുദ്ധമാക്കിയതുപോലെ ചില മാസങ്ങളെയും അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, ആകാശ ഭൂമികളെ പടച്ച അന്നു മുതൽ റബ്ബ് വിശുദ്ധമാക്കി, പവിത്രമാക്കി. ആ 4 മാസങ്ങളെ റസൂലുള്ളാഹി വിശദീകരിച്ചു അല്ലെ. സലാസുൻ മുതവാലിയാത്ത്, 3 തുടർന്നു പോരുന്നതാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്, മുളർ. റജബ് മുളർ ആണെന്നാണ്. മുളർ എന്ന് പറഞ്ഞാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു മുളർ ഗോത്രക്കാർ എന്നുള്ള, മുളർ ഒരു ഗോത്രം. പക്ഷെ ചില ഭാഷാ പണ്ഡിതന്മാർ പറഞ്ഞു മുളർ എന്ന വാക്കിന്റെ അർത്ഥം ഒറ്റപ്പെട്ടത് എന്നാണ്. ഒറ്റപ്പെട്ടത്, അഥവാ ഇത് 3 തുടർന്നതാണ്, മറ്റേ മാസം ഒറ്റപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ റജബ് എന്ന മാസത്തിന് ചില പണ്ഡിതന്മാർ മുളർ എന്നും നാമകരണം നൽകിയത് ചരിത്രത്തിൽ കാണാനാകും. ഞാൻ പറഞ്ഞു വന്നത് ഈ 4 മാസങ്ങളെ റബ്ബ് പവിത്രമാക്കി എന്ന് പറഞ്ഞാൽ മറ്റു മാസങ്ങളെ പോലല്ല, ഇത് കുറച്ച് വിശിഷ്ടമാണ്. എന്താ ഈ പവിത്രത? ഇങ്ങനെയാണ് ഈ പവിത്രത. നമ്മളെല്ലാവരും സുപരിചിതമായ ഒരു ഹദീസാണ്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഉത്തമൻ, അതായത് നമ്മൾ ഒരാളെ ഉത്തമനായി അംഗീകരിക്കണമെങ്കിൽ അങ്ങനെ ഒരു അർത്ഥം കൂടി അതിനുണ്ട്. നമ്മളൊരാളെ മഹത്വമുള്ളവനാണ്, അയാൾ ഖൈറാണ്, അയാൾ ഉത്തമനാണ് എന്ന് നമ്മൾ പറയണമെങ്കിൽ റസൂലുള്ളാഹി അവിടെ ഒരു നിബന്ധന വെച്ചു, മൻ തഅല്ലം അൽ ഖുർആൻ, അവൻ ഖുർആൻ പഠിക്കുന്നവനാണ്. റബ്ബിന്റെ അരികിൽ അവൻ ഉത്തമനാണ്, അത് ഉറപ്പാ. പക്ഷെ നമ്മൾ അയാൾ എന്ത് ചെയ്യണം, ഖുർആൻ പഠിക്കുന്ന അഞ്ഞ് ചെറിയ കുട്ടിയായാലും അല്ലെ, ഇനി വലിയ വാർദ്ധക്യത്തിലെത്തിയ ഒരാളായാലും ഖുർആൻ പഠിതാവാണോ, അയാൾക്ക് നമ്മൾ നൽകേണ്ട ഒരു ശ്രേഷ്ഠത, ഒരു ഫളിൽ. റസൂലുള്ളാഹി അവിടെ വിശുദ്ധിയെ പറഞ്ഞു, പക്ഷെ ആ വിശുദ്ധിയെ കണക്കാക്കേണ്ടവരാരാണ്? നമ്മളാണ്. മസ്ജിദുൽ ഹറമിനെ അള്ളാഹു പരിപാവനമായ ഭവനമായി പറഞ്ഞു, അതിന്റെ പവിത്രതയെ കാത്തു സൂക്ഷിക്കേണ്ടത് ആരാണ്? നമ്മളാണ്. അതുപോലെ തന്നെ മക്കയിലെ ചില ഇടങ്ങള് പവിത്രമാണ് എന്ന് അള്ളാഹു പറഞ്ഞു, അതിന്റെ പവിത്രതയെ കാത്തു സൂക്ഷിക്കേണ്ടത് ആരാ? നമ്മളാണ്. അതല്ലാതെ ചെയ്യേണ്ട റബ്ബിന്റെ ബാധ്യതല്ല. മനുഷ്യന്മാർ അതിനെ പവിത്രമായിട്ട് കാണണം. അത് റബ്ബിന്റെ ചില കൽപ്പനകളാണ്, റബ്ബിന്റെ ചില തീരുമാനങ്ങളാണ്. അവിടെ ഇന്നത് ചെയ്യാൻ പാടില്ല, അവിടെ ഇന്നത് ഒരിക്കലും ഇതിന്റെ അതിർവരമ്പുകൾക്കുള്ളിൽ അയാൾക്ക് ഇന്നത് നിഷിദ്ധമാണ്. അതിനെ റബ്ബ് പരിപാവനമായി, അപ്പൊ അതിന്റെ പരിപാവനതയെ, അതിന്റെ പരിശുദ്ധിയെ പ്രാവർത്തികമായി അതിനെ അനുഷ്ഠിച്ചു പോരേണ്ടത് മുഅ്മിനീങ്ങളാണ്, മുസ്ലിമീങ്ങളാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ 4 മാസങ്ങളെ റബ്ബ് പവിത്രമാക്കി പറഞ്ഞു എന്ന് പറഞ്ഞു. റബ്ബ് ഖുർആനിൽ അത് പവിത്രമാണെന്നാണ്. അത് പവിത്രമായ മാസം എന്നാണ് പറഞ്ഞെടുക്കാനുള്ളതല്ല. അതിന്റെ പവിത്രതയെ പ്രാവർത്തികമാക്കേണ്ടവനാണ് സത്യവിശ്വാസി എന്നാണ്. എങ്ങനെയാണ് അതിന്റെ പവിത്രത? ചില പണ്ഡിതന്മാര് പറഞ്ഞു, ഈ മക്ക, മദീന, മക്കയിലെ വിശുദ്ധി പോലെ, മസ്ജിദിൽ അതുപോലെ തന്നെ ഈ പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളെ പോലെ. ഇതിപ്പോ ഈ 2 കാര്യങ്ങൾ മാത്രമല്ല, ഹറാം എന്ന് പറഞ്ഞാൽ അല്ലെ, ഇതിന്റെ പവിത്രതയെ ഒരിക്കലും കളങ്കപ്പെടുത്താൻ പാടില്ല. ഈ പറഞ്ഞതിന്റെ ഒരു പവിത്രത ഒരിക്കലും കളങ്കപ്പെടുത്താൻ പാടില്ല. അതുപോലെ തന്നെ പവിത്രമായ റബ്ബ് കൽപ്പിച്ച റബ്ബിന്റെ കൽപ്പനകളെ ഒരിക്കലും നിരാകരിക്കാൻ പാടില്ല. റബ്ബിന്റെ കൽപ്പനകളെ നിരാകരിക്കുന്ന ഈ ഹുർമത്തുകളെ കേടുവരുത്തുന്നത് പോലെയാണ്. മക്കയിൽ ഒരാൾ കുഴപ്പമുണ്ടാക്കുന്നത് പോലെ റബ്ബിന്റെ ഒരു കൽപ്പനയെ ജീവിതത്തിൽ നിന്ന് അവഗണിച്ച് കളയുന്നത്, അല്ലെങ്കിൽ റബ്ബിന്റെ കൽപ്പന ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെ പോകുന്നത്, റബ്ബ് നിഷിദ്ധമാക്കിയത് ജീവിതത്തിൽ കൊണ്ടുവരുന്നത് മക്ക പോലെ അതിനാണ് നിങ്ങൾ ചേർത്ത് വരും. പവിത്രത എന്ന് പറഞ്ഞ സംഗതി അവ വെറുതെ പറഞ്ഞാൽ തീരുന്ന ഒരു സംഗതിയല്ല, അത്യാവശ്യം വിശദീകരിക്കാനുള്ള കാര്യങ്ങളാണ് എന്നാൽ
ഞാൻ പറഞ്ഞു വരുന്നത്, പവിത്രമാക്കപ്പെട്ട ചില മാസങ്ങളിൽ കൂടുതൽ ജാഗ്രതയോടെയും ശ്രദ്ധയോടെയുമാണ് ഒരു സത്യവിശ്വാസി ഓരോ നിമിഷങ്ങളെയും തള്ളി നീക്കേണ്ടത്. മറ്റു മാസങ്ങളെ പോലല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല 4 മാസങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അത് വിശദീകരിച്ചു, ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. ഈ 4 മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് അക്രമം കാണിക്കരുതേ, അക്രമം കാണിക്കുക തന്നെ ചെയ്യരുത് എന്നാണ്. ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. നിങ്ങൾ ഈ 4 മാസങ്ങളിൽ അക്രമം എന്താ നമ്മളോട് അക്രമം കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇർത്തികാബുൽ മആസി, പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഹറാമുകൾ ചെയ്യൽ, നമ്മൾ തിന്മകൾ ചെയ്യൽ, അള്ളാഹുവിന്റെ റസൂലും നിഷിദ്ധമെന്ന് പഠിപ്പിച്ച മഹദൂറാത്തുകളും മൻഹിയാത്തുകളും ഹറാമുകളും ജീവിതത്തിൽ കൊണ്ടുവരുന്നത്, ശ്രദ്ധിക്കാതെ വീണ്ടും അതിൽ തന്നെ മുഴുകിത്തീരുന്നത്, അതാണ് റബ്ബ് പറയുന്നത് നിങ്ങൾ നിങ്ങളോട് കാണിക്കുന്ന അക്രമമാണ്. കാരണം അതിന്റെ ദുരന്തം ഏൽക്കേണ്ടത് നമ്മൾ തന്നെ, വേറെ ആരും ഉണ്ടാവില്ല. നമ്മൾ ചെയ്ത ഓരോ തിന്മയുടെയും ശിക്ഷ ഏൽക്കേണ്ടവൻ നമ്മളാണ്, വേറെ ആരെങ്കിലും ഏൽക്കില്ല. നമ്മൾ തിന്മ വേറെ ആരെങ്കിലും ഏൽക്കില്ല, ആരെങ്കിലും ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് പറയും പരലോകത്ത് ചില ആളുകൾ. ചില ആൾക്കാർ വിലപിക്കാൻ, എന്റെ മക്കളെടുത്തു റബ്ബേ, ഈ അദാബിലെ, ഈ ദിവസത്തിന്റെ അദാബിൽ നിന്ന് ഫിദിയയായിട്ട് പകരമായിട്ട് എന്റെ മക്കളെടുക്ക്, എന്റെ പ്രിയപ്പെട്ടവൾ എടുക്കാം, എന്റെ സഹോദരൻ എടുക്കാം, താൻ അഭയം നൽകിയ തന്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും റബ്ബേ നീ എടുക്ക്. എന്നിട്ട് അയാൾ റബ്ബ് പറയുന്ന വാക്കാണ്, മുജ്രിം പറഞ്ഞതിന്റെ എക്സ്ട്രീം നോക്കിയിട്ട്, ഭൂമിയിൽ എനിക്ക് ആരൊക്കെ ഉണ്ടോ, ഭൂമിയിൽ എനിക്ക് എന്തൊക്കെ ഉണ്ടോ റബ്ബേ അതിനെ മുഴുവൻ എടുത്ത് സുമ്മയുഞ്ചി, എന്നിട്ട് എന്നെ രക്ഷിക്കണേ. അയാൾ വിളിച്ചു എന്നെ രക്ഷിക്കണേ, കാരണം ഈ എന്റെ കുറ്റങ്ങൾ മുഴുവൻ അവർ ഏറ്റെടുത്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന നിമിഷം. പക്ഷെ ഇല്ല, റബ്ബ് പറയുന്നു, ഒരാളുടെ പാപഭാരവും നാളെ വേറൊരാളും പേറൂല. നമ്മൾ ചെയ്തതിന്റെ ദുരന്തം നമ്മൾ തന്നെ ഏൽക്കേണ്ടി വരും. പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളെ വിശുദ്ധിയോടുകൂടി ഒരു സത്യവിശ്വാസി കാണണമെന്ന് പറഞ്ഞാൽ അൻഫുസകും, നിങ്ങൾ നിങ്ങളോട് അക്രമം കാണിക്കരുത്. അള്ളാന്റെ വാക്കാൻ റബ്ബ് നമ്മളോട് കാരുണ്യത്തോടു കൂടി പറയാൻ, നിങ്ങൾ ആ 4 മാസങ്ങളുടെ വിശുദ്ധിയെ തച്ചുടക്കരുതേ. ആ 4 മാസങ്ങളുടെ വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മക്കയിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മരം മുറിക്കാൻ പാടില്ല, വേട്ടയാടാൻ പാടില്ല, അത് മറ്റുള്ള മഹദൂറാത്തിൽ കുറെ. ഇഹ്റാമിൽ പ്രവേശിച്ചാലും അയാൾ മുഹരിമല്ലേ, പവിത്രതയുള്ളവനാണല്ലോ. പവിത്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ഒരു മക്ക എന്ന പ്രദേശത്ത് മാത്രം നിൽക്കുന്നതല്ല, അല്ലേ? ഇഹ്റാമിൽ പ്രവേശിച്ച ആളും വിശുദ്ധിയുള്ളവനാ, പവിത്രതയുള്ളവനാ, അവനെ തോണ്ടാൻ പാടില്ല. പവിത്രമാക്കപ്പെട മാത്രമല്ല, കഅബയിലേക്ക് കൊണ്ടുപോകുന്ന മൃഗം പോലും, അറബിന് കൊണ്ടുപോകുന്ന മൃഗം പോലും അല്ല പറഞ്ഞത് ഹുറും എന്നാണ്, പവിത്രമാണ് എന്നാണ്. മുത്തമത്തി ആയ അല്ലെങ്കിൽ ഖിറാനായ ഹജ്ജ് നിർവഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മൃഗത്തെ കൊണ്ടുപോകും. ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഒന്നാണ് അവസാനത്തെ ദിവസം അറവ് എന്ന് അറിയുന്നത്, അല്ലെ? ഏത് യൗമുന്നഹറിൽ മിനയിൽ വെച്ച് അറക്കാറുണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറുത്ത മൃഗങ്ങളുടെ കണക്കൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയവരും വായിച്ചവരുമാണ് ഹദീസുകളിലൂടെ. ആ കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ കഴുത്തിൽ ഇവരെന്ത് ചെയ്യാറുണ്ടായിരുന്നു? ബാലികൾ കഅബയിലേക്ക് കൊണ്ടുപോയിരുന്ന മൃഗങ്ങളുടെ കഴുത്തിൽ അടയാളത്തിന് വേണ്ടി ചിലത് കെട്ടിത്തൂക്കും. ചിലപ്പോൾ ചില ആളുകൾ ചെരുപ്പോട് കെട്ടിത്തൂക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും എന്തിനാ? ഇത് പവിത്രമാണ്, ഈ മൃഗം പവിത്രമാണ്. അതുകൊണ്ട് തന്നെ അതിനാരെന്ത് ചെയ്യൂല, കൊള്ളടിക്കൂല. മക്കക്കാർ ഇസ്ലാമിന് മുന്നേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്നതിന് മുമ്പേ മക്കയുടെ വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചവരാൻ, കഅബാലയത്തെ കാത്തു സൂക്ഷിച്ചവരാൻ. അതിന്റെ താക്കോലുകളെയും അവിടെ കടന്നു വരുന്ന ഹാജിമാർക്ക് വെള്ളം കൊടുത്തും അതിന്റെ പരിപാവനമായ ഭവനത്തിന്റെ പവിത്രതയെ കളങ്കപ്പെടുത്താത്തവരാൻ. പിന്നെ നബി വന്നപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാത്തത് വേറെ വിഷയം. പക്ഷെ അള്ളാഹു വിശുദ്ധമാണ് എന്ന് പറഞ്ഞ പല സംഗതികളിലും ജാഹിലിയ്യത്തിലെ ആളുകൾ അതിന്റെ വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ചവർ. എന്ന് കുറെ ആൾക്കാർ നമുക്ക് കാണാം മുസ്ലിം സമൂഹത്തിൽ റബ്ബിന്റെ വാക്കുകളെ വിലവെക്കാതെ, അള്ളാഹുവിന്റെ സംസാരങ്ങളെയും നബിയുടെ കൽപ്പനകളെയും ജീവിതത്തിൽ ശ്രദ്ധിക്കാതെ, അല്ലെ, പല വാക്കുകളെയും കളങ്കപ്പെടുത്തി. ഇത് പരിശുദ്ധമായ പവിത്രമാക്കപ്പെട്ട മാസമാണെന്ന് പോലും ആലോചിക്കാതെ അവിടെയാണ് പവിത്രത എന്ന വിഷയത്തിന്റെ ഗൗരവവും അതിന്റെ ശ്രദ്ധയും ഒരു മുഅ്മിൻ എന്ന നിലയ്ക്ക് എന്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ കോപിക്കാറുണ്ടായിരുന്നോ? കോപം പാടില്ല. ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു സഹാബി വന്ന് പറയാം, റസൂലെ ഔസിനി, റസൂൽ എന്നെ ഉപദേശിക്കണം. റസൂൽ പറഞ്ഞു, ലാ തഗ്ളബ്, നീ കോപിക്കരുത്.
ചൂടാകരുത്. റസൂലുള്ളാഹിനോട് വീണ്ടും ചോദിച്ചു, ഔസിനി, റസൂല എന്നെ ഉപദേശിക്കണം, വസിയത്ത് നൽകണം, ലാ തഗ്ളബ്, നീ കോപിക്കരുത്. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബി ചോദിച്ചു, റസൂലുള്ളാഹി പറഞ്ഞു, ലാ തഗ്ളബ് ഫറദ്ദദ മിറാറ. ആ റിവായത്തിൽ എങ്ങനെയൊക്കെയാണ്, നബി ആവർത്തിച്ചു കൊണ്ടേയിരുന്നു, കോപിക്കരുത്, ചൂടാകരുത്. അല്ലെ, കോപം എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. കോപം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന മാർഗങ്ങളെ സ്വീകരിക്കണം എന്ന് റസൂൽ ജീവിതത്തിലൂടെയും അതുപോലെ തന്നെ വാക്കുകളിലൂടെയും കാണിച്ചു തന്നവനാണ്. നബിക്ക് ദേഷ്യം പിടിക്കുന്ന ചില നിമിഷങ്ങൾ, അല്ലെ, പക്ഷെ റസൂല്ല കോപത്തെ ഇങ്ങനെ അടക്കി വെച്ച ചില നിമിഷങ്ങളെ കാണാം. ആ സമയത്ത് പോലെ റസൂല്ല പൊട്ടിത്തെറിച്ചിട്ടില്ല. മക്കയിൽ പല ആളുകളും നബിയെ ദ്രോഹിച്ചപ്പോ റസൂലുള്ള പൊട്ടിത്തെറിച്ചിട്ടില്ല, റസൂലിന്റെ ഇതിൽ കോപിച്ചിട്ടില്ല. ഒരു സഹാബിയുടെ ഒരു രംഗം ഒരു ഹദീസിൽ ഇങ്ങനെ വായിക്കാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ യാത്ര പോകുന്നതിനിടയിൽ, ഒട്ടകപ്പുറത്ത് ഇങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ നബിയുടെ ദേഹത്ത് ഒരു പരുക്കൻ പുതപ്പുണ്ടായിരുന്നു. ഞാൻ യമനി പുതപ്പ്, യമൻ നാട്ടിൽ നിന്ന് നെയ്തെടുത്ത പുതപ്പിന്റെ പേരാണ് അതിൽ തന്നെ ഉള്ളത്. അത് കുറച്ച് പരുക്കനാണ്. അതിങ്ങനെ നേരിട്ടാൽ തന്നെ ഇങ്ങനെ അതിന്റെ ഒരസലുണ്ടാവുമ്പോ തന്നെ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. അതിന്റെ തലപ്പത്തിൽ ഉണ്ടായിരുന്ന ചില ഇരുമ്പിനെ പോലുണ്ടായിരുന്ന ചില അസ്വാരസ്യങ്ങൾ, അതിനെങ്ങനെ കോർത്തിണക്കിയിരുന്ന ചില കാര്യങ്ങൾ നബിയുടെ മനസ്സിനല്ലാതെ ശരീരത്തിനല്ല വേദനിപ്പിച്ചു. അങ്ങനെ ഇട്ട് നിൽക്കുന്ന സമയത്താണ് ഒരാൾ വന്ന് നബിനായിട്ട് കൂട്ടിപ്പിടിച്ച് നബിനങ്ങോട്ട് ഇറുക്കി. സ്നേഹം കൊണ്ടാണ്, വേറൊന്നല്ല. നബിയുടെ ദേഹം വേദനിച്ചത് ആര് കണ്ടെന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഹദീസ് ഇങ്ങനെ റിവായത്ത് പറയാൻ, നബിയുടെ അവിടെ ഇങ്ങനെ അടയാളം വരെ വന്നു. അതിന്റെ കട്ടി കാരണം, ആ ഒരു പുതപ്പിന്റെ പരുക്കൻ കാരണം, ആ ഒരു പരുക്കൻ പുതപ്പായതുകൊണ്ട് തന്നെ അതിന്റെ കാഠിന്യം കാരണം നബിയുടെ ദേഹത്ത് മുറിവ് പോലെ ആയി. നബി എന്ത് ചെയ്തിട്ടില്ല, അയാളോട് ചൂടായില്ല. നമുക്കാണെങ്കിൽ ഒരാൾ വന്നൊന്നും ഉള്ളിയാൽ തന്നെ നമ്മളെ പൊട്ടിത്തെറിക്കും, അല്ലെ? ഒരാൾ വന്ന് അറിയാതെ ഓർക്കാപ്പുറത്തിന് അടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ദേഷ്യപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടിട്ടില്ല. ഇനി സംഭവം പറഞ്ഞ എന്തിനാ വെച്ച് കഴിഞ്ഞാല് അതിനെ ചേർത്ത് വെച്ചത് മാത്രമല്ല, നബിനോട് പറയാൻ, മാലിക്, റസൂലെ നമ്മളെ സമ്പത്ത് നിങ്ങൾക്കുള്ളത് താ. അയാൾ ചോദിക്കുകയാണ്, ഇങ്ങനെ വേദനിപ്പിച്ചും പോരാ, നബിനോട് പറയാണ് എന്താ നിങ്ങൾക്ക് തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ചോദിച്ചാൽ കൊടുക്കാതിരിക്കാറുമില്ല. അരിയത്തുണ്ടായിരുന്ന ആളോട് നബിക്ക് അയാൾ പൈസയും കൊടുക്കാൻ പറഞ്ഞു. റസൂലുള്ള എന്താ ബാക്കിയുള്ള ചിലത് കൊടുക്കാനും പറഞ്ഞു. അയാൾ അതും കൊണ്ട് പോയി. ഞാൻ ആ സ്വഹാബി ഈ അനസ് റളിയല്ലാഹു അൻഹു ഹദീസ് പറഞ്ഞെന്ന് വെച്ചാൽ, നബിയുടെ ദേഹം അത്ര നൊന്തിട്ടും നബിയുടെ ദേഹം അത്ര വേദനിച്ചിട്ടും നബി അയാളെ ഒന്നിങ്ങനെ ദേഷ്യപ്പെട്ടൊന്ന് നോക്കുക പോലും റസൂലുള്ള ചെയ്തില്ല എന്ന് പറയുമ്പോൾ അത്രക്കും കോപിക്കാത്ത ആളാണ് റസൂലുള്ള. പക്ഷെ ചില സമയത്ത് റസൂലുള്ള കോപിച്ചിട്ടുണ്ട്. ചില സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുഭിതനായിട്ടുണ്ട്. ചില ഹദീസുകൾ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ കാണാം, നബിയുടെ മുഖം കെട്ടിക്കണ്ട് ചുവന്നു, നബിയുടെ മുഖം ആകെ വിവർണമായി, നബി കുപിതനായി നിന്നു. ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. ചില ഹദീസുകൾ കാണാം, നബിന്റെ ദേഷ്യം കാരണം ചില സ്വഹാബികൾ ഇങ്ങനെ മുട്ടുകുത്തി നിന്നു. ഞാൻ നബി തൃപ്തിപ്പെടൂലെ എന്ന് പേടിച്ചിട്ട് നബിന്റെ മുന്നിൽ അതായിട്ട് നിൽക്കല്ല, അവർക്ക് പേടിയാണ്. അതായത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം വിശദീകരിക്കണക്കാരാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും തമ്മിലുണ്ടായിരുന്ന ഒരു തർക്കം. ആ തർക്കത്തിനിടയ്ക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയോട് പരാതി പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യം പിടിച്ച് നിന്ന രംഗത്തെ സ്വഹീഹായ ഹദീസുകളിൽ കാണാം. ദേഷ്യം പിടിച്ചു എന്ന് മാത്രമല്ല, ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ മുട്ടിൽ നിൽക്കാൻ, മുട്ടും മറിയും ജസാനാണ് ആ രീതിന്റെ ജാസിയല്ല, സൂറത്ത് ജാസിയ, മുട്ടുകുത്തി നിൽക്കുക, റബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ മുട്ടുകുത്തി നിൽക്കുന്ന ഖിയാമത്ത് നാളിന്റെ ആ ഒരു വിശദീകരണ സൂറത്ത് ജാസി. ആ വാക്കാണ് ഹദീസിലുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ മുട്ടുകുത്തി നിന്നു നബിയുടെ മുമ്പിൽ. അത് കണ്ടിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലും സഹിച്ചില്ല. കാരണം എന്താ, റസൂലുള്ളാഹി അബൂബക്കർ സിദ്ദീഖ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പുറത്തു കൊടുക്കൂലേ, തൃപ്തിപ്പെടൂലേ എന്ന ഭയം കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയോട് ഇങ്ങനെ അപേക്ഷിക്കുന്ന ചില രംഗങ്ങൾ ഒരു ഹദീസാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ അങ്ങനെ പ്രാപ്തനാക്കിയത് നബിയുടെ കോപമാണ്. എന്തിനാ നബി കോപിക്കണ്ടെന്ന് പറഞ്ഞ നബി പിന്നെ കോപിക്ക്. ചില ആൾക്കാരോട് ഉപദേശം വരെ കൊടുത്ത ആളാ റസൂലുള്ളാഹി, ചൂടാവരുതെന്ന്. പക്ഷെ നബി എന്തിനു കോപിച്ചു, നബി എന്തിനു കുപിതനായി? അവിടെ ഈ പവിത്രത എന്ന് പറഞ്ഞ വിഷയവുമായി അതിന് ബന്ധമുള്ളത് കൊണ്ടാണ്. അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ കണ്ടാൽ, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ നബി അള്ളാഹും അള്ളാന്റെ റസൂലും പഠിപ്പിച്ചതിനെതിരെ തർക്കുത്തരമായി ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ, അള്ളാഹുവിന്റെ വാക്കുകളെ വില വെക്കാതിരുന്നാൽ, നബിയുടെ കൽപ്പനകളെ ജീവിതത്തിൽ സ്വീകരിക്കാതിരുന്നാൽ നബി ദേഷ്യപ്പെടുമെന്നാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഷ്യത്തെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതും അതാണ്. അവർ പറയുന്നു, മറഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടിട്ടില്ല. അഥവാ ഏറ്റവും ദേഷ്യം പിടിക്കുന്ന രംഗം
അള്ളാഹ് ഹറാമാക്കിയ കാര്യങ്ങൾ ഒരാളിങ്ങനെ വിലയില്ലാതെ, ഒരാളിങ്ങനെ ഗൗരവമില്ലാതെ അതിങ്ങനെ ചെയ്തു പോരുമ്പോ നബി അങ്ങനത്തെ ആളുകളോട് ദേഷ്യം പിടിക്കുന്നതായിട്ടല്ലാതെ ഞാൻ എന്റെ ജീവിതത്തിൽ ദേഷ്യം പിടിച്ചത് കണ്ടിട്ടില്ല നബി തങ്ങളെന്നാൻ അവർ പറയുന്നു. മൻതഖമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിനഫ്സി, സ്വന്തം കാര്യത്തിന് വേണ്ടി റസൂലുള്ള ആരോടും പ്രതികാരം ചെയ്തിട്ടില്ല. നബിനെ വേദനിപ്പിച്ചതിന് നബി എന്ത് ചെയ്തിട്ടില്ല? ചൂടായിട്ടില്ല. നബിന്റെ സമ്പത്ത് കൊണ്ടുപോയതിന് നബി എന്ത് ചെയ്തിട്ടില്ല? ദേഷ്യപ്പെട്ടിട്ടില്ല. നബിയെ നാട്ടിൽ നിന്ന് ഓടിച്ച് മറ്റൊരു നാട്ടിലേക്ക് നബിയെ പറഞ്ഞയച്ചപ്പോഴും റസൂലുള്ള അവരോട് എന്ത് ചെയ്തിട്ടില്ല? ദേഷ്യപ്പെട്ടിട്ടില്ല. പക്ഷെ റസൂലുള്ള ദേഷ്യപ്പെട്ടു, സ്വന്തം കാര്യത്തിനല്ല. ആരുടെ കാര്യത്തിന്? ഒട്ടും ഒരിക്കൽ പോലും സ്വന്തം കാര്യത്തിന് വേണ്ടി റസൂലുള്ള ദേഷ്യപ്പെട്ടത് ഞാൻ കണ്ടിട്ടില്ല. ആരോടും റസൂലുള്ള പ്രതികാര നടപടി സ്വീകരിച്ചിട്ടുമില്ല. അള്ളാഹു പവിത്രമാക്കിയ ചില കാര്യങ്ങളെ ചിലർ തകർത്ത് കളഞ്ഞപ്പോഴല്ലാതെ, കളങ്കപ്പെടുത്തിയപ്പോഴല്ലാതെ, അള്ളാഹു ഹറാമാക്കിയ ചില കാര്യങ്ങളുടെ ആ ഹറാമിനെ നഷ്ടപ്പെടുത്തിയിട്ട് അല്ലാതെ അപ്പൊ റസൂൽ എന്ത് ചെയ്തു? അതിനും വേണ്ടി റസൂല പ്രതികാരം ചെയ്തു. ആർക്ക് വേണ്ടി? ലില്ലാ, അള്ളാഹ്ക്കും വേണ്ടി പ്രതികാരം ചെയ്തവനാൻ, അള്ളാഹ്ക്കും വേണ്ടി ദേഷ്യപ്പെടുന്നവനാൻ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്നതും. അള്ളാഹുവിന്റെ മഹറമുകളെ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ, പവിത്രമാക്കിയ കാര്യങ്ങൾ, അതിന്റെ പവിത്രതകളെ ആരെങ്കിലും തകർത്ത് കളഞ്ഞാൽ, അള്ളാഹു വിശുദ്ധമാക്കിയ വിശുദ്ധിയെ ആരെങ്കിലും കളങ്കപ്പെടുത്തിയാൽ, കാന അശദ്ദഹും ഫീ ദാലിക ഗദ്ബാ, അവരെക്കാളും, അതായത് ദുനിയാവിന്റെ പേരിൽ നമ്മൾ ദേഷ്യപ്പെടുന്നല്ലോ, അതിന്റെ അപ്പുറത്ത് റസൂലുള്ള ദേഷ്യപ്പെടാറുണ്ടായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് വിശദീകരിച്ചതും അതാണ്. അതാണ് നേരത്തെ നജറാനി പുതപ്പെട്ടു പോയപ്പോൾ പോലും സ്വന്തം കാര്യത്തിൽ റസൂലുള്ള അവരോട് ദേഷ്യപ്പെടാതിരുന്നതും എന്നുള്ള സംഗതി പറയുമ്പോൾ എന്താണ് ഈ ഹുർമത്തുള്ള? ഹുർമത്തുള്ളക്കും വേണ്ടിയാണല്ലോ അല്ലെ? ഹറാമായ അള്ളാഹു നിഷിദ്ധമാക്കിയ മഹാരിമുകൾക്ക് വേണ്ടിയാണല്ലോ. അത് നമ്മളിങ്ങനെ പറഞ്ഞു വന്നത്. മക്കയും അതുപോലെ തന്നെ മദീനയും അതുപോലെ തന്നെ ഇഹ്റാമിൽ പ്രവേശിച്ചവരും ഈ 4 മാസങ്ങളും മാത്രമല്ല അള്ളാഹു പവിത്രമാണെന്ന് പറഞ്ഞത് അല്ലെ? വേറെയും ചില കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ല എന്ന്. ആ ചെയ്യാൻ പാടില്ലാതിരിക്കൽ വിശുദ്ധിയാണ്. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാതിരിക്കൽ അയാളുടെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കലാണ്. അള്ളാഹ് ഹറാമാക്കി, നമുക്ക് ദ്രോഹമുള്ള കാര്യങ്ങളെ അള്ളാഹു ചെയ്തിട്ടുള്ളൂ, ഹറാമാക്കിയിട്ടുള്ളൂ. അത് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് അല്ലെ? ഈ ദുനിയാവിന്റെ ആ ഒരു ദുനിയാവിന് മോശവും ദുനിയാവിന് ദുരന്തവും ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് അള്ളാഹുവിന്റെ റസൂൽ നിഷിദ്ധമെന്ന് വിശദീകരിച്ചത്. ഒരിക്കലും നല്ല കാര്യങ്ങളെയൊന്നും എന്ത് ചെയ്തിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷിദ്ധമാക്കിയത് എവിടെയും നമുക്ക് കാണാനാവില്ല. നേരത്തെ പറഞ്ഞ സംഭവങ്ങളിൽ മുഴുവൻ അത് കൃത്യമായി നിലനിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ കാണാനാകും. നമ്മൾ പറഞ്ഞു വരുന്നതും അതാണ്. ഹറാമായ കാര്യങ്ങളോട് റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്ന ദേഷ്യം, റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്ന ഈർഷ്യത, അതിലേക്ക് സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ വിശദീകരിച്ചത്. ഖുറൈശികൾ ഒരു സ്ത്രീയുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു അഭിപ്രായം തേടി വന്നു. മഖ്സൂമി ഗോത്രത്തിലെ സ്ത്രീയാണ്. മഖ്സൂമി, അത് നമുക്കറിയാം. ഖുറൈശികളിൽ തന്നെ മഖ്സൂമികളുണ്ട്, ബനു ഹാഷിം ഉണ്ട്, ഇങ്ങനെ ഓരോരോ വല്യപ്പന്മാരിലേക്ക് ചേർത്ത കബീലകളുണ്ട്. മഖ്സൂമി ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ സംബന്ധിച്ച്, കാരണം അവൾ മോഷ്ടിച്ച പിന്നെ എന്ത് ചെയ്യണം? ഇസ്ലാമിക് ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം അവരുടെ കൈ മുറിക്കണമെന്നാണ്. അപ്പൊ അതിലെന്തെങ്കിലും ഒരു ഇളവ് കിട്ടുമോ എന്നറിയാന് ഇവരെന്ത് ചെയ്തു? ആരെ സമീപിക്കണമെന്നറിയാതെ കുറച്ചേരം നിന്ന സമയത്താണ് ഉസാമത്ത് ബിൻ സെയ്ദിനോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? നബി അയാളുടെ വാക്ക് കേൾക്കാൻ അല്ലെ? ഉസാമത്ത് ബിൻ സെയ്ദിന്റെ സംസാരം കേൾക്കാൻ നബി ചിലപ്പോൾ കൂട്ടാക്കും. ഉസാമത്ത് ബിൻ സെയ്ദിന് നബിയുടെ അരികിൽ ഉണ്ടായിരുന്ന സ്ഥാനം അതാണ്. ഒരിക്കലും നബി ദേഷ്യപ്പെടൂല ഉസാമനോട്. അപ്പൊ ഉസാമ ചോദിച്ചാൽ ചിലപ്പോൾ നബി എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു അളവ് കൈമുറിക്കാതെ വെക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രായശ്ചിത്തത്തിനുള്ള മാർഗങ്ങളെ റസൂലുള്ള പറയുമെന്ന് അവർക്ക് പ്രതീക്ഷ ഉണ്ടെന്നാണ് ഉസാമയോട് കാര്യം പറഞ്ഞു എന്നാ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. മഖ്സൂമി പെണ്ണിന്റെ കൈമുറിക്കുന്ന വിഷയത്തിൽ ഉസാമത്ത് ബിൻ സെയ്ദിന്റെ അരികിൽ ഖുറൈശികൾ വന്ന് കാര്യം പറഞ്ഞു. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിബ്ബ് എന്ന പേരിൽ അറിയപ്പെട്ടവനാ. ഹിബ്ബ് റസൂലുള്ള, എന്താ ഹിബ്ബ്? സ്നേഹിതൻ അല്ലെ? ഹിബ്ബുൻ നബി എന്നുള്ള കീർത്തി ഉസാമത്ത് ബിൻ സെയ്ദിനുണ്ട്. 14-ാമത്തെ വയസ്സിലല്ല 12-ാമത്തെ 13-ാമത്തെ വയസ്സിൽ റസൂൽ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ കയറ്റിയിരുത്തിയിട്ട് നേതാവാക്കി പറഞ്ഞയച്ചവനാൻ ഉസാമത്ത് ബിൻ സെയ്ദിനെ.
ഒട്ടകത്തിന് മുന്നിൽ ഇങ്ങനെ ഇരുന്ന സമയത്തില്ല, ഒരു കുട്ടീനെ ഇങ്ങനെ കയറ്റി നിർത്തിയിട്ട് നബി ഇങ്ങനെ നടക്കണൊപ്പം ആ ഉസാമക്ക് റസൂലുള്ള നൽകിയിരുന്ന ആദരവും സ്നേഹവും ബഹുമാനവും ഖുറൈശികൾക്ക് അറിയുന്നത് കൊണ്ടാണ് ഈ വിഷയത്തിൽ ഉസാമ ഇടപെട്ട് കഴിഞ്ഞാൽ ചിലപ്പം ചെയ്യും പരിഹാരം ഉണ്ടാകുമെന്ന് അവരറിഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഉസാമത്ത് ബിൻ സെയ്ദ് സംഭവം പറഞ്ഞു. ഫകല്ലമഹു ഉസാമ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് കാര്യം പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, അതശ്ഫഉ ഫീ ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹ്. അധികാരത്തിന്റെ ഓരോ വരിയുണ്ട്. അതശ്ഫഉ ഫീ ഹദ്ദിൻ ഫീ ഹുദൂദില്ലാഹ്. അല്ലാഹ് നിശ്ചയിച്ചു വച്ച അതിർവരമ്പുകൾക്കപ്പുറം നീ എന്നോട് ശുപാർശ പറയുകയാണോ? അല്ലാഹ് ഒരു കാര്യം നിശ്ചയിച്ചിട്ട് നമ്മൾ ചാടി കടക്കരുതെന്ന് റബ്ബ് പറഞ്ഞ ചില വരമ്പുകളുണ്ട് അല്ലെ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ. ഹലാമ് വിശദീകരിക്കപ്പെട്ടതാണ് ഹലാല്, അതേപോലെ തന്നെ വിശദീകരിക്കപ്പെട്ടതാണ് ഹറാമും. എന്താണ് ഹറാം എന്നുള്ളത് കൃത്യമാണ്, എന്താണ് ഹലാൽ എന്നുള്ളതും കൃത്യമാണ്. അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, മനുഷ്യന്മാര് താണ്ടിക്കടക്കാൻ പാടില്ല, അതിർവരമ്പുകളെ ഭേദിച്ച് കടക്കാൻ പാടില്ല. ഏതുപോലെ ഒരു ആട്ടിടയൻ അതിന്റെ ആട്ടിൻ പറ്റങ്ങളെ മേക്കുന്നത് പോലെ, ആട്ടിൻ പറ്റങ്ങളെ മേക്കുമ്പോഴും അതിനുമുണ്ട് ഒരു ഹിമ, ഒരു സംരക്ഷണ വലയം. ആ സംരക്ഷണ വലയത്തിൽ നിന്ന് ഒരു ആട്ടിൻകുട്ടി അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ആട്ടിൻകുട്ടിയെ ചെന്നായകൾ പിടിച്ചു തിന്നുന്നത് പോലെ, ആ ഒരു ഭയമുള്ളത് പോലെ, ഒരാട്ടിടയന്റെ ഭയം പോലെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ റബ്ബിന്റെ മഹാരിമുകളോട് ഹുദൂദുകളോട് നിങ്ങൾക്ക് ഭയമുണ്ടാകണമെന്ന് പഠിപ്പിച്ചവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചോദിക്കാന്, അള്ളാഹ് വരച്ച വരമ്പന്റെ അപ്പുറത്തേക്ക് നീ ചാടാൻ പ്രേരിപ്പിക്കുകയാണോ, ശുപാർശ പറയുകയാണോ ഉസാമ? ഹദീസ് തീർന്നില്ല. ആ ഒറ്റ വാക്കും പറഞ്ഞിട്ട് സുമ്മ ഖാമ ഫഖ്തബ, നബി എണീറ്റുന്ന ഒരു ഖുത്ബ വരെ പറഞ്ഞു എന്നാണ് പ്രസംഗം. അത് കാര്യം ഗൗരവമുള്ളത് കൊണ്ട് തന്നെ നബി എണീറ്റ് നിന്ന് നബി പ്രസംഗിച്ചു, നബി പ്രഭാഷണം നടത്തി. ഫഖാല റസൂലുള്ള പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നമാ അഹ്ലകല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സമുദായത്തെ അല്ലാഹു നശിപ്പിച്ച് കളഞ്ഞത്, അന്നഹും കാനു ഇദാ സരിഖ ഫീഹിമു ശരീഫു തറകൂ, മാന്യന്മാരായ നല്ല സ്ഥാനവും മാനവും ബഹുമാനവും ഒക്കെയുള്ള ആളുകൾ അവരുടെ കൂട്ടത്തിൽ കളവ് നടത്തിയാൽ അയാളെ വെറുതെ വിടുന്ന സ്വഭാവമായിരുന്നു മുൻഗാമികളായ ജൂതന്മാർക്കുണ്ടായിരുന്നത്. വഇദാ സരിഖ ഫീഹിമുൽ ദഈഫ് അഖാമു അലൈഹി ഹദ്ദാ, അവരുടെ കൂട്ടത്തിലെ ഏതെങ്കിലും ദുർബലനായ അബലനായ ആരെങ്കിലും ഒരാൾ മോഷ്ടിച്ചു കഴിഞ്ഞാൽ അയാളുടെ മേലിൽ മാത്രമായിരുന്നു അവർ ഹജ്ജ് നടപ്പാക്കിയിരുന്നത്. അഥവാ കൈമുറിക്കണമെന്നുണ്ടെങ്കിൽ പാവപ്പെട്ടവനുണ്ടായ കൈമുറിക്കും, പണക്കാരൻ കട്ടാൽ അയാളെ വെറുതെ ഈ സ്വഭാവം ആർക്കാൻ? യൂതന്മാരെ സ്വഭാവം. അഥവാ യൂതന്മാരെ സംബന്ധിച്ചിടത്തോളം മതിർവരമ്പുകൾ താണ്ടിക്കടന്നവരാണ്. ജീവിതത്തിൽ ഇതുപോലെ ഹറാമുകളെ കൊണ്ടു നടന്നൊരു സമുദായം ലോകത്ത് വേറില്ല. ബനീ ഇസ്രായേലിനെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞത് മുഴുവൻ അതല്ലേ, അമ്പിയാക്കളെ മുഴുവൻ കൊണ്ടൊരുക്കിയിരുന്ന ജനത. നബിക്ക് ദേഷ്യം വരാനുള്ള കാരണം അതാണ്. അഥവാ അള്ളാഹു നിശ്ചയിച്ച, അള്ളാഹു പാടില്ല എന്ന് പറഞ്ഞ, അള്ളാഹു തീരുമാനിച്ച ചില തീരുമാനങ്ങളുണ്ട്, അതിനപ്പുറത്തേക്ക് പോവുക, അത് നബിയെ കുപിതനാക്കി എന്നാണ്. അതാണ് പവിത്രമായ ഒരു മാസത്തെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, ഞാൻ റജബ് എന്ന് പറഞ്ഞ ഒരു മാസത്തിനെ പറ്റി പറയാൻ മാത്രമല്ല ഈ വിഷയത്തിൽ നിന്ന് നമ്മൾ തെരഞ്ഞെടുത്തത്. പവിത്രത എന്ന് പറഞ്ഞ വിഷയത്തിൽ എനിക്കും നിങ്ങൾക്കും അത്യാവശ്യം ശ്രദ്ധ ഉണ്ടാവാൻ വേണ്ടിയാണ്. അള്ളാഹു നമുക്ക് ഉപകാരപ്പെടുത്തി തരട്ടെ. അല്ലെ, റജബുമായി ബന്ധപ്പെട്ട ഒരുപാട് അനാചാരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് അശ്ഹറുൽ ഹുറമിലെ ഏറ്റവും കൂടുതൽ അനാചാരങ്ങൾ നിലനിൽക്കുന്നത് ചിലപ്പോൾ ഈ റജബിലും മുഹറത്തിലായിരിക്കും അല്ലെ, ഏറ്റവും കൂടുതൽ. കാരണം മുഹറക്കാണ്ട് വരുമ്പോ തന്നെ പല മെസ്സേജുകളെല്ലാം ഓടലുറങ്ങും. റജബ് വരുമ്പോ തന്നെ പല നബിയുടെ പേരിൽ ഇല്ലാത്ത കള്ളങ്ങൾ പ്രചരിപ്പിക്കപ്പെടാറുണ്ട്. നമസ്കാരങ്ങൾ പുതിയ രീതിയിലുള്ള, അതുപോലെ തന്നെ നോമ്പുകൾ അല്ലെ, റസൂലുള്ളാഹിക്കോ റസൂലുള്ളാഹിയുടെ സ്വഹാബത്തിനോ പരിചയമില്ലാത്ത അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ മുഴുവൻ ആ വിഷയത്തിൽ സംസാരിച്ചു വെച്ചതുണ്ട്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് അതിനെ വിശദീകരിക്കാം. ഇന്ന് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, റബ്ബ് പവിത്രമാക്കിയ ചില കാര്യങ്ങൾ, റബ്ബ് നിഷിദ്ധമാക്കിയ ചില കാര്യങ്ങൾ, ഇതൊക്കെ ഹറാമുകളാണ്, ഇതൊക്കെ ഹുറുമുകളാണ്, ഹുറുമാത്തുകളുമാണ്. വമൻ യുഅല്ലിം ഹുറുമാത്തില്ലാഹ്, ആരെങ്കിലും അള്ളാഹു പവിത്രമാക്കിയ കാര്യങ്ങളെ, അതുപോലെ തന്നെ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ മഹാസംഭവമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ, ജീവിതത്തിൽ അതിനെ മഹത്തരമാക്കി കൊണ്ടു നടക്കുന്നവരാണെങ്കിൽ, അത് മുഅ്മിനിന്റെ ഈമാനിന്റെ അടയാളമാണ് എന്നാണ്. വമൻ യുഅല്ലിം ശആഇറല്ലാഹ്, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കൽ മിൻ തഖ്വൽ ഖുലൂബ്, ദാലിക മിൻ തഖ്വൽ ഖുലൂബ്, ഹൃദയത്തിന്റെ വിശുദ്ധിയാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഹുറുമാത്തുകളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അല്ലെ, നമസ്കരിക്കാൻ വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിൽ ഇങ്ങനെ കയറിയപ്പോ ഒരു കർട്ടൻ ഇങ്ങനെ കണ്ടു.
കുറെ ചിത്രപ്പണികളുള്ള അല്ലെ, അതും ജീവനുള്ള ജീവജാലങ്ങളുടെ ചിത്രപ്പണികളുള്ള കർട്ടൻ കണ്ട രംഗത്തെ ആയിഷ ബീവി വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് അതിങ്ങനെ കണ്ടപ്പോ തന്നെ നബിന്റെ മുഖത്തിന്റെ ലൗന് മാറി, അഥവാ നിറം മാറി. നല്ല മുഖം ഉണ്ടായിരുന്ന പ്രസന്നതയോടുകൂടി വന്ന നബിയുടെ മുഖം മാറി. വഖാൽ, എന്നിട്ട് പറഞ്ഞു, യാ ആയിഷ, ഓ ആയിഷ, അശദ്ദുന്നാസി അദാബൻ ഇൻദല്ലാഹ്, അള്ളാന്റെ അടുത്ത് നാളെ പരലോകത്ത് ഏറ്റവും കൂടുതൽ ശക്തമായ ശിക്ഷ ഉണ്ടാവൽ യൗമൽ ഖിയാമ അല്ലദീന യുളാഹിഊന ബിഖൽഖില്ലാഹ്, അള്ളാഹുവിന്റെ സൃഷ്ടികൾ അതേപോലെ ഇങ്ങനെ രൂപകൽപ്പന ചെയ്ത് അതിന് രൂപം കൊടുത്ത് നിൽക്കുന്ന ആളുകൾ ആരാണോ അവർക്കാണെന്ന് റസൂലുള്ള ദേഷ്യപ്പെട്ടിട്ട് ആരോട് പറഞ്ഞു? ആയിഷ ബീവിനോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ നബി ചൂടായത്, ആയിഷ ബീവിനോട് ഇത്രക്ക് സ്നേഹമുള്ള റസൂലുള്ള ആയിഷയോടൊന്ന് മുഖം കറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആയിഷ ബീവിയോടൊന്ന് മുഖം വിവരണമായി റസൂലുള്ള സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ദീനിന്റെ വിഷയത്തിൽ മാത്രമാണ്. നബിയുടെ ഹബീബിന്റെ ഹബീബാൻ അബൂബക്കറും ഹബീബിന്റെ ഹബീബാണ് ഉമറും എന്നാൻ. നബി അവരോളം ദുനിയാവിൽ സ്നേഹിച്ചവർ വേറില്ല എന്നാൻ. റസൂലുള്ള പറഞ്ഞു, എനിക്ക് ഒരു കൂട്ടുകാരൻ ഉണ്ടെങ്കിൽ അതാരാൻ? ഇത്തഖത്തു അബൂബക്കർ ഖലീല എന്ന് പറഞ്ഞു വിശദീകരിച്ചു. പക്ഷെ അവരോടൊക്കെ നബിയുടെ മുഖം ഒന്ന് മാറി ദീനിന്റെ വിഷയത്തിലാണ്, ഹറാമിന്റെ വിഷയത്തിലാണ്, അള്ളാഹുവിന്റെ അതിർവരമ്പുകളുടെ അപ്പുറത്തേക്ക് അവര് പോകുമെന്ന ഭയത്തിലാണ്. ഒരാളുകള് യുദ്ധം മുതൽ ഹുനൈൻ യുദ്ധം നടക്കുന്നത് ഹിജ്റ 7-നാണ്. ഹുനൈൻ യുദ്ധത്തിന്റെ ഗനീമത്ത് സ്വത്ത് കിട്ടുമല്ലോ, ആ ഗനീമത്ത് സ്വത്ത് ഇങ്ങനെ ഓരി വെക്കുന്ന സമയത്ത് 2 ഗോത്രങ്ങൾക്ക് റസൂലുള്ള കുറച്ച് തോന കൊടുത്തു. അത് നബി അവരോടുണ്ടായിരുന്ന ഇഷ്ടവും നബി ഒരിക്കലും അനീതി കാണിക്കോ? ഇല്ല. എന്തെങ്കിലും ഒരു കാരണമില്ലാതെ നബി 2 അണ കൂടുതൽ എന്ത് ചെയ്യാറില്ല, കൊടുക്കാറില്ല. 2 ഗോത്രങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വത്തിനങ്ങനെ വീതിച്ചപ്പോ കുറച്ച് അധികം കൊടുത്തു. അതിങ്ങനെ കൊടുത്തപ്പോ അൻസാരികളിൽപ്പെട്ട നബിയുടെ അനുയായികളിൽ അൻസാരികളിൽപ്പെട്ട ഒരാൾക്ക്, ഒരു സഹാബിക്ക് അത് എന്തോ ഒരു പ്രയാസം. അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ഇന്നഹാ ലഖിസ്മത്തുൻ മാ ഉരീദ ബിഹാ വജ്ഹുല്ലാഹ്, ഈ ഓരിക്കലുണ്ടല്ലോ ഇത് അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ഓരിച്ചതല്ല. ആരെ പറ്റിയ പറയണത്? നബി ഓരിച്ചതിനെ പറ്റി അയാൾ പറയാൻ മുനാഫിക്കല്ല. വേറൊരു സംഭവം ഉണ്ട് ഇതേപോലെ, മുനാഫിക്ക് ഓരിച്ചപ്പോ എന്താണ് ഇത് നീതിയല്ല എന്ന് പറഞ്ഞ വേറെ സംഭവം. ഇത് ആ സംഭവമല്ല, അൻസാരിയായ ഒരു സഹാബി പറയാൻ അയാൾക്ക് തോന്നിയത് അദ്ദേഹം വിളിച്ചു പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞതെന്താ? ഇതൊരിക്കലും ന്യായമായി എന്ന് തോന്നുന്നില്ല, കാരണം അത് അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ചെയ്തതല്ല, വേറെന്തെങ്കിലും ഇതിൽ കൊടുത്തതായിരിക്കും റസൂല് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അത് നബിനോട് പറയാൻ ആഗ്രഹിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ ആ സംഭവമാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത സംഭവം, ഈ ഒരു ഹുനൈൻ യുദ്ധത്തിലെ സ്വത്ത് ഇങ്ങനെ ഓരിച്ചു കൊടുത്തപ്പോ അൻസാരിയായ സ്വഹാബി പറഞ്ഞു, ഇത് അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ഉള്ള ഓരിയല്ല എന്ന് പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ കേട്ട ഭയങ്കര പ്രയാസമുണ്ട്. കാരണം ആരെ പറ്റി ഇപ്പൊ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയാണ്. അതേ പറഞ്ഞു, വല്ലാഹി ല അഖൂലന്ന ബിഹി റസൂലല്ലാഹ്, ഞാൻ ഈ പറഞ്ഞ വർത്താനം നബിനോട് പറയും, ഞാൻ അത് നബിനോട് പറഞ്ഞെടുക്കും. നമ്മൾ എന്നായില്ല ഇതേപോലെ എന്തെങ്കിലും ഉണ്ടായാലും ഞാൻ അത് പറഞ്ഞെടുക്കും കേട്ടോ എന്ന് പറഞ്ഞതുപോലെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ ഇത് നബിനോട് പറയുന്നാണ്. നബിനോട് പറയാൻ വേണ്ടി പോയും ചെയ്തു. നബി ഇങ്ങനെ സഹാബത്തിന്റെ കൂടെ ഇരിക്കുന്നു. വലിയ ഗൗരവമേറിയ സംസാരത്തിനിടയിൽ നബിയുടെ അരികിൽ ചെന്ന് കാതില് വിഷയം പറഞ്ഞു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്നാൻ. അത് പറഞ്ഞപ്പോ നബിയുടെ മുഖം മാറി. നബിയുടെ മുഖം മാറി എന്ന് മാത്രമല്ല, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയാൻ, നബിയുടെ സഹാബത്തിന്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് നബിയുടെ അരികിൽ ഞാൻ ചെന്നു. രഹസ്യമായി ഈ സംഭവത്തെ ഞാൻ നബിയോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ കാര്യം കേട്ടപ്പോ നബിക്ക് ഭയങ്കര പ്രയാസം വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിക്ക് അത് കേട്ടത് ആരെങ്കിലും കുറ്റം പറഞ്ഞ നബിന്റെ ചെയ്ത ചെയ്തിയെ സംബന്ധിച്ച് സഹാബത്ത് അങ്ങനെ കണക്കാക്കി എന്നപ്പോ നബിക്ക് പ്രയാസം വന്നു. നബിയുടെ മുഖം മാറി. റസൂലുള്ള ദേഷ്യപ്പെട്ടു, കുപിതനായി. ഞാൻ നബിയോട് അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ, ഞാൻ അത് നബിയെ ഒന്ന് അറിയിച്ചില്ലായിരുന്നെങ്കിൽ നബിക്ക് ഈ പ്രയാസം വരുമായിരുന്നില്ലല്ലോ, നബി കോപിക്കില്ലായിരുന്നല്ലോ എന്ന് പോലും ഞാൻ ആഗ്രഹിച്ചു പോയി. ഞാൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറയാൻ ആ വൈകാരികമായ രംഗത്തെ ഇബ്നു മസ്ഊദ് പറയാതെ പോയില്ല. സുമ്മഖാല, എന്നിട്ട് പറഞ്ഞു റസൂലുള്ളാഹി പറയാൻ, ഖദ് ഊദിയ മൂസ ബിഅക്സറ മിൻ ദാലിക ഫസബറ, ഇതിലും കൂടുതൽ മൂസാ നബി തന്റെ ജനതയിൽ നിന്ന് അനുഭവിച്ചവനാണ്. നബി മൂസാ നബിയെ പറ്റി ആൾക്കാർ പലതും പറഞ്ഞിട്ടില്ലേ, പലതും പറഞ്ഞെടുക്കുമ്പോ പരിഹസിച്ചിട്ടില്ലേ, ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ച് നബിയെ കുറ്റപ്പെടുത്തിയിട്ടില്ലേ. അപ്പോഴൊക്കെ മൂസാ നബി എന്ത് ചെയ്തിട്ടുണ്ട്? ക്ഷമ കൊണ്ടിട്ടുണ്ട്. നബി ഒരിക്കലും അനീതി ചെയ്യുന്നവനല്ല. എന്തെങ്കിലും ഒരു കാരണമില്ലാതെ റസൂലുള്ള ഒരു ദിർഹം ഒരു ദീനാറോ കൂടുതൽ കൊടുക്കൂല.
എന്തെങ്കിലും പകലുണ്ടെങ്കിൽ നബി അത് ചെയ്യാറുള്ളൂ. പക്ഷേ നബിയുടെ പ്രവർത്തനത്തിനപ്പുറത്ത് നബിയെ കുറ്റപ്പെടുത്തുമ്പോൾ അള്ളാഹുവിന്റെ പവിത്രതയെ അള്ളാഹു പവിത്രമാക്കിയ ചില കാര്യങ്ങളെ തകർക്കലാൻ അത് അതാണ് നബി എന്ത് ചെയ്തത്? കോപിച്ചിട്ടില്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും നബി കോപിച്ചത് ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ആര് പറഞ്ഞത്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. 10 വർഷക്കാലം നബിയെ ഞാൻ സേവിച്ചു, നബിയെ ഞാൻ ഖിദ്മത്ത് ചെയ്തു. 10 വർഷത്തിനിടയ്ക്ക് ചെറിയ കുട്ടിയായ എന്നോട് ചേ എന്ന വാക്ക് പറഞ്ഞിട്ടില്ല. ഒരു കാര്യം ചെയ്തപ്പോ എന്തുകൊണ്ട് അത് ചെയ്തു എന്ന് പറഞ്ഞ് എന്നോട് ചൂടായിട്ടില്ല. ഒരു കാര്യം ചെയ്യാതിരുന്നപ്പോ എന്തേ അത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വിഷമിപ്പിച്ചിട്ടില്ല. 10 വർഷക്കാലം എത്ര സുന്ദരമായി നബി ആ കുട്ടിയോട് പെരുമാറിയെങ്കിൽ ആ കുട്ടിന്റെ അടുത്ത് എന്തുണ്ടായിട്ടില്ല? ഉറുമാത്തുകളെ ഭേദിക്കുന്ന പ്രവർത്തനം ഉണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ നബി എന്ത് ചെയ്യുന്നു? കോപിക്കുമായിരുന്നു. അത് അനസ് ഇബ്നു മാലിക് പറഞ്ഞു തരുമായി നമ്മളെ പഠിപ്പിക്കുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് അതന്നല്ലേ, മാ ദറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശൈഅൻ ഖത്തു, നബി ഒരിക്കൽ പോലും ഒരാളെയും അടിച്ചിട്ടില്ല, തല്ലിയിട്ടില്ല. ബിയദിഹി, അവിടുത്തെ തിരുകരത്തെ കൊണ്ട്, കൈകൊണ്ട് നബി അടിച്ചിട്ടില്ല ആരെയും. വലാ ഇംറഅ, ഒരാളെയും മാത്രം, ഒന്നിനെയും മാത്രമല്ല ഒരു പെണ്ണിനെയും ഒരു ഭാര്യയെയും നബി അടിച്ചിട്ടില്ല. വലാ ഖാദിമ, ഒരു സേവകനെയും റസൂൽ അടിച്ചിട്ടില്ല. ഇല്ല അയ്യുജാഹിദ ഫീ സബീലില്ലാ, അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? നബി പ്രഹരിച്ചിട്ടുണ്ടാവാം. അതില്ലാതെ ആരെയും നബി പ്രഹരിച്ചിട്ടില്ല. അതുപോലെ തന്നെ നബി ദേഷ്യപ്പെടുകയോ പ്രതികാര നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഹുർമത്തായി, അള്ളാഹു ഇനി പാടില്ല എന്ന് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ആരെങ്കിലും ജീവിതത്തിൽ ചെയ്യുമ്പോൾ, പവിത്രമാക്കിയതിന് ആരെങ്കിലും കളങ്കപ്പെടുത്തുമ്പോൾ നബി എന്ത് ചെയ്തിട്ടുണ്ട്? പ്രതാപിയും മാന്യനുമായ റബ്ബിന് വേണ്ടി നബി പ്രതികാര നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അല്ലാതെ ഒരിക്കൽ പോലും നബി അത് ചെയ്തിട്ടില്ല എന്ന് അറിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ വാക്കുകളെ വെളിച്ചമാകൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പവിത്രമാക്കപ്പെട്ട ഒരു മാസത്തിലൂടെ കടന്നു പോവുകയാണ് അല്ലെ. ഈ പവിത്രതയെ ഒരിക്കലും തച്ചുടക്കുന്ന പ്രവർത്തനം ഈ മാസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. നബി പഠിപ്പിച്ചതും അള്ളാഹു പഠിപ്പിച്ചതും അതിനപ്പുറത്തേക്ക് ചാടിക്കടക്കാൻ നമുക്ക് എന്തില്ല? ഒരു അർഹതയും ഒരു അവകാശവും ഇല്ല. സ്വഹീഹായ ഹദീസുകളെ, വിശുദ്ധ ഖുർആന്റെ ആയത്തുകളെ, അതിൽ പറഞ്ഞ രീതിയിൽ കാര്യങ്ങളെ പരമാവധി പഠിക്കുകയും പ്രാവർത്തികമാക്കലുമാണ് ഈ ദിവസങ്ങളിൽ കൂടുതൽ ഞാൻ നിങ്ങളും ശ്രദ്ധിച്ചു പോരേണ്ടത് എന്നുള്ളത് ഈ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കേണ്ടതിനുമായി ബന്ധപ്പെട്ടുള്ള മര്യാദകളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ദേഷ്യം പിടിക്കാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികളുടെ ഇതേപോലെ ദീനിയായ എന്തെങ്കിലും കാര്യം ഉണ്ടാകുമ്പോൾ ദേഷ്യം പിടിക്കുമ്പോൾ ചില ശ്രദ്ധിക്കേണ്ട ചില കാര്യമുണ്ട്. ദേഷ്യം പിടിക്കുമ്പോ തന്നെ നമ്മുടെ വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ദീന്റെ കാര്യത്തിൽ, ഞാൻ ദീന്റെ കാര്യത്തിന് എന്റെ മോനെ അണ്ടറാൻ കൊടുത്തത് പറ്റൂല. ചില ആൾക്കാരുണ്ടാവും, നോർത്ത് ഇന്ത്യയിലൊക്കെ നോക്കണേ, മക്കളെ കൊണ്ടുപോകുന്ന രംഗം കാണാം, മക്കളെ അടിക്കുന്ന രംഗം കാണാം. ശിക്ഷണം വേണം അല്ലെ? മക്കളെ നല്ല നിലക്ക് റസൂലിനെ പറഞ്ഞു 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ അവരെ അടിക്കണം എന്നാണ്, തച്ചു പൊളിക്കണം എന്നല്ല നബി പറഞ്ഞ. അതിനും എന്തുണ്ട്? നബി പഠിപ്പിച്ച ചില മാനദണ്ഡങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രബോധന രംഗത്ത് നമ്മൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരാളുടെ ജീവിതത്തിലെ തിന്മകൾ ഇങ്ങനെ തെരഞ്ഞെടുത്തിട്ട് അയാൾ അതിന് മാത്രം ഉപദേശിച്ചെടുക്കാൻ എന്ത് ചെയ്തിട്ടില്ല? പറഞ്ഞിട്ടില്ല. ചില മര്യാദകൾ ആ വിഷയത്തിലും പറഞ്ഞിട്ടുണ്ട്. വാക്കുകൾ, പ്രത്യേകിച്ച് കോപം വരുന്ന സമയത്ത് പാലിക്കേണ്ട മര്യാദകളുണ്ട്. റസൂൽ അതൊക്കെ പാലിച്ചിട്ട് എന്ത് ചെയ്തിട്ടുള്ളൂ? കോപിച്ചിട്ടുമുള്ളൂ. ഈ പറഞ്ഞ സന്ദർഭത്തിൽ കോപിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിക മര്യാദകളിൽ നിന്നിട്ടുള്ള കോപമാണ്. ഉദാഹരണത്തിന് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ വാക്കുകളെ സൂക്ഷിക്കണം. ചില ആൾക്കാർ എന്താ പറയണെന്ന് ബോധം ഉണ്ടാവില്ല. ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ ദീന്റെ കാര്യത്തിലേക്കറിയാം, പള്ളി പോവാത്തിലേക്കറിയാം, ചിലപ്പോൾ വിളിച്ചാല് നമ്മൾ ദീന് വരെ പോണ രീതിയിലുള്ള വർത്തമാനക്കാരം ചില മാതാപിതാക്കൾ ഉണ്ടാവും. ഞാൻ ആരും കുറ്റപ്പെടുത്തില്ല അല്ലെ. ചിലപ്പോ വേറെ എന്തെങ്കിലും ഹറാമ് കുട്ടിയെടുത്ത് കണ്ടിട്ടുണ്ടാവും, നിസ്കാരത്തില്ല എന്തെങ്കിലും ഹറാമ് കുട്ടിയെടുത്തുണ്ടാവും. പക്ഷെ അതിന്റെ പേരിൽ മക്കളെ കാലങ്ങളോളം പീഡിപ്പിക്കുന്ന രക്ഷിതാക്കളില്ലേ? എത്ര ഉണ്ട്? അവർ പറയുന്ന വാക്കുകളില്ലേ? ഗൗരവം നിറഞ്ഞ ചില വാക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയവും പ്രിയപ്പെട്ട ഇതിനെ കൂടെ ചേർത്ത് ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ. 2 സ്നേഹിതരെ സംബന്ധിച്ച് റസൂൽ പറയും, ഇസ്രായേൽ സന്തതികളിൽ ബനു ഇസ്രായേലിലെ 2 സ്നേഹിതർ, മുത്തവാഹയിനാണ് സ്നേഹിതർക്ക് പറയാം. അഹ് എന്ന് പറഞ്ഞ സഹോദരനാണ്. സഹോദരനെ പോലെ സഹോദര തുല്യം സ്നേഹം പുലർത്തിയ 2 ആളുകളെ സംബന്ധിച്ച് റസൂൽ പറഞ്ഞത്, അഹദുഹുമായുദിനും, ഒരാൾ ഇങ്ങനെ കുറച്ച് തെറ്റ് ചെയ്യുന്ന ആളാണ്, മറ്റേ ആള് നന്നായിട്ട് അമല് ചെയ്യുന്ന ആളാണ്, നല്ല സൽക്കർമ്മിയുമാണ്. മുജ്തഹിദുൻ ഫിൽ ഇബാദ, ആരാധന, നല്ല നിസ്കാരം, നോമ്പും കാര്യമൊക്കെ ഉള്ള ആളാണ്. എന്നാലും ഒരാൾ ഇങ്ങനെ ഇജ്തിഹാദ് ചെയ്ത് അമല് ചെയ്യുന്ന സമയത്ത് തന്നെ മറ്റുള്ളവൻ എന്താണ്? തിന്മകളും ചെയ്തിരിക്കുന്നതായിട്ടാണ് അയാൾ കാണാറുള്ളത്. ഫയഖൂലു അക്സിർ, അപ്പൊ ഈ നല്ലോം പറയും മറ്റവനോട്, എടാ കുറച്ചൊക്കെ നിർത്തടാ, ദമ്പൊക്കെ എന്ത് ചെയ്യണം? നീ കുറക്കണം എന്ന് പറയും. അങ്ങനെ ഉപദേശിച്ചിരുന്ന ഒരാള് പെട്ടെന്ന് ഇയാളൊരു തെറ്റ് ചെയ്തു, ഇയാളുടെ ജീവിതത്തിൽ അയാൾ ഒരു തിന്മ ചെയ്തു. അത് ആര് കണ്ട്?
മറ്റേ ദമ്പ് ചെയ്ത കുറ്റം ചെയ്തു പോന്നിരുന്ന തന്റെ സ്നേഹിതൻ കണ്ടു. അപ്പൊ പറഞ്ഞു അഖ്സിർ, നീ അത് നിർത്തണം കേട്ടോ എന്ന് അയാൾ എന്ത് ചെയ്തു? ഉപദേശിച്ചു, നല്ല കാര്യം ഉപദേശിച്ചു. ഫഖാൽ, അപ്പൊ ഇയാള് പറയാൻ ഖല്ലിനി വറബ്ബി, എന്റെ കാര്യം നോക്കണം, ഞാനും എന്റെ റബ്ബ് നോക്കിക്കോളാം, എന്റെ റബ്ബ് ഞാനും നോക്കിക്കോളാം, നീ എന്റെ കാര്യം ചെയ്യേണ്ടതില്ല, നോക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അത് മാത്രല്ല എന്റെ കാര്യം നോക്കാനാണോ നീ നിയോഗിക്കപ്പെട്ടവനാണോ? ഈ റഖീബ്, എന്റെ മേലുള്ള റഖീബാണ്. റഖീബ് അത്തീബും പറയില്ലേ, നീ എന്റെ മേലുള്ള റഖീബാണോ? എന്റെ കാര്യം നോക്കാൻ വേണ്ടി അപ്പൊ നിശ്ചയിച്ച ഒരാളാണോ? ഒക്കാല. എന്നിട്ട് ഇയാള് ദേഷ്യം പിടിച്ചിട്ട് പറയും. കാരണം ആ പറഞ്ഞത് എന്ത് ചെയ്തിട്ടില്ല, പറ്റിയില്ല. ഉപദേശിച്ച് പക്ഷെ ആ പറഞ്ഞത് പറ്റാമല്ല, ദേഷ്യം വന്നു. ഈ ദേഷ്യം പറഞ്ഞപ്പോ ഇയാൾ പറയാൻ വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലക്, പച്ച റബ്ബാണ്, അള്ളാഹ് എനിക്ക് എന്ത് ചെയ്യൂല, പുറത്തല്ല. കാരണം ഇയാള് ദേഷ്യം പിടിക്കാനുള്ള കാരണം ഇങ്ങനെ പറഞ്ഞപ്പോ അയാൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, തെറ്റ് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ തെറ്റ് ചെയ്ത ആൾ ഇവനെ ഉപദേശിച്ചതാണ് എന്ത് ചെയ്യാത്ത ഇയാൾക്ക് പറ്റാത്തത്, അതാണ് പറ്റാത്തത്. അങ്ങനെ ഇയാൾ പറയുന്നത് അള്ളാഹു നിനക്കൊരിക്കലും പുറത്തു തരികയില്ല, അള്ളാഹുൽ ജന്ന, അള്ളാഹ് എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയുമില്ല എന്ന് ദേഷ്യം പിടിച്ച് പറഞ്ഞതാണ്. ദേശത്തിന് പുറത്ത് അയാൾ പറഞ്ഞു റസൂലുള്ളാഹി പറയുന്നു, ഇവരെ രണ്ടുപേരും മരണപ്പെട്ടു, അവർ രണ്ടുപേരെ റൂഹെടുത്തുന്ന അവർ രണ്ടുപേരും മരണപ്പെട്ടു. റബ്ബിൽ ആലമീൻ, രണ്ടുപേരും പിന്നീട് റബ്ബിന്റെ അരിയിൽ കൊണ്ടുവരപ്പെട്ടു, ഒരുമിച്ച് കൊണ്ടുവരപ്പെട്ടു. ഫഖാല ലിഹാദൽ മുജ്തഹിദ്, ഈ മുജ്തഹിദിനോട് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്താ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുൻത ബി ആലിമൻ, നീ എന്നെ കുറിച്ച് അറിവുള്ളവനായിരുന്നോ? ഔ കുൻത ബി അലാ മാ ഫീ യദി ഖാദിറ, എനിക്ക് എന്റെ കഴിവിലുള്ള കാര്യത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ നീ കഴിവുള്ളവനാണോ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ചോദ്യം. വഖാലൽ മുദ്നിബ്, റബ്ബ് സുബ്ഹാനഹു വ തആല കുറ്റം ചെയ്യുന്ന ആളോട് പറഞ്ഞു, ഇദ്ഹബ് ഫദ്ഖുലിൽ ജന്നത ബിറഹ്മതി, എന്റെ റഹ്മത്തിനാൽ നീ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക. കുറ്റം ചെയ്ത് ജീവിച്ച ആളാണ്, ചിലപ്പോൾ അയാൾ തൗബീദിന്റെ അവസാനത്തെ നിമിഷങ്ങളിൽ റബ്ബ് പറ, റബ്ബിന്റെ റഹ്മത്തിനാൽ, എന്റെ റഹ്മത്തിനാൽ നീ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കണം. വഖാലൽ ആഖർ, മറ്റേ ആളോട് പറയുന്ന വാക്കിലാണ് ഇദ്ഹബൂ ബിഹി ഇലന്നാർ, മലക്കളോട് പറയും ഇവനെയും കൊണ്ട് നരകത്തിലേക്ക് പോകണം. അബൂ ഹുറൈറ ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണ്, അഥവാ പടച്ച റബ്ബാണ് സത്യം, ലതകല്ലമ ബികലിമത്തിൻ ഔ ബഖത് ദുനിയാഹു വആഖിറതഹു, അയാൾ പറഞ്ഞ ആ ഒറ്റ വാക്കിന്റെ പേരിലാണ് അയാൾക്ക് ദുനിയാവും ആഖിറത്തും നഷ്ടമായത് എന്നാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ദേഷ്യം പിടിച്ചപ്പോ പറഞ്ഞ വാക്ക് അങ്ങനെ ഇമാം അബൂ ദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിൽ കൊണ്ടുവന്ന ഹദീസാണ്. ഇസ്രായേൽ സന്തതികളിലെ പല സംഭവങ്ങൾ സംബന്ധിച്ച് റസൂൽ പറയാറുണ്ട്, വരാനിരിക്കുന്ന ചില സംഭവങ്ങൾ, പാരത്രികമായ ജീവിതത്തിലെ ചില വിചാരണയുടെ രംഗങ്ങൾ റസൂൽ വിശദീകരിക്കാറുണ്ട്. നമ്മൾ ഈ സംഭവം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീനിന്റെ വിഷയത്തിൽ ഹുറമാത്തുകൾക്കെതിരെ നമ്മൾ ദേഷ്യപ്പെടുമ്പോഴും നമുക്ക് കോപമുണ്ടാകുമ്പോഴും ഇസ്ലാമികമായ മര്യാദകളെ കാത്തു സൂക്ഷിച്ചു കൊണ്ടായിരിക്കണം. അതും അല്ലെങ്കിൽ എന്താകും, ആ ഹുർമാത്തുകളെ തച്ചുടച്ചു കളയുന്ന, അതിർവരമ്പുകൾ താണ്ടി കടക്കുന്ന ഹറാമുകളായി തീരുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ ഒരു ഹുർമാത്ത്, പവിത്രത എന്ന വിഷയം അതിവിശാലമാണ് അല്ലെ. ഓരോ കാര്യങ്ങളെയും റബ്ബ് പവിത്രമാക്കി എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റിയൊക്കെ വിശദീകരിക്കുമ്പോൾ കുറെ കാര്യങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപകാരപ്രദമായ അറിവ് നമ്മുടെ ജീവിതത്തിൽ നൽകി നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബിന്റെ വാക്കുകളെ വിലവെക്കുന്ന, അതിനെ ഗൗരവത്തിൽ കണക്കാക്കുന്ന ഏറ്റവും നല്ല മുത്തഖീങ്ങൾ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ. റബ്ബിന്റെ ചിഹ്നങ്ങളെയും റബ്ബ് പവിത്രമാക്കിയ കാര്യങ്ങളെയും മഹത്തായി കാണുന്ന, അതിനെ വമ്പിച്ച കാര്യമായി കണക്കാക്കുന്ന ഏറ്റവും നല്ല മുത്തഖീങ്ങളിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അറിഞ്ഞും അറിയാതെയൊക്കെ ജീവിതത്തിൽ പല പോരായ്മകൾ എന്നാലും കടന്നു വരുന്നവരാണ്. അള്ളാഹു വിട്ടു കുറച്ച് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ തെറ്റുകളെ തിരിച്ചറിയാനും അതിനെ തിരുത്തുവാനും നന്മയിലേക്ക് കൂടുതൽ നടക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തിന്മകൾ അള്ളാഹുവെ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ. ഇതുപോലുള്ള ദീനിയായ സദസ്സുകളിൽ ഇനിയും സജീവത കാണിക്കാൻ റബ്ബേ നീ ഞങ്ങൾക്ക് ക്ഷമ നൽകണേ, അറിവ് നൽകണേ. ഇത്തരം ദഅവ പ്രവർത്തനങ്ങളിൽ സജീവരാകാനുള്ള ആ ഒരു പ്രാപ്തിയും കഴിവും റബ്ബേ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ. ഞങ്ങളുടെ പോരായ്മകളെ റബ്ബേ നീ പരിഹരിക്കണേ. മാതാപിതാക്കൾക്ക് നന്മ ചൊരിയണേ, ഗുരുനാഥന്മാർക്ക് എല്ലാ നന്മകളും നൽകണേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഖൈറും ബർക്കത്തും നിലനിർത്തണേ. അള്ളാഹുവെ ഞങ്ങളുടെ ഇണകളിലും സമ്പത്തിലും സമ്പാദ്യങ്ങളിലും എല്ലാ നിലക്കുമുള്ള അഭിവൃദ്ധിയും നൽകണേ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه وسلم. السلام عليكم ورحمة الله.